ശ്രീ എം എസ് വേണുഗോപാൽ കൂടിയുണ്ട്. ശ്രീ എം എസ് വേണുഗോപാൽ, ഈ പ്രസ്താവന മാത്രമല്ല, ഇത് മാത്രമല്ല, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ജയറാം രമേശ് പറഞ്ഞ കാര്യമാണ്. ഈ സർവകക്ഷി സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ച് ഇന്ത്യയുടെ നിലപാടിന് പിന്തുണ കിട്ടുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണല്ലോ. സർവകക്ഷി സംഘം പോകാനിരിക്കുകയാണ്. ഇന്ന് അവരുടെ ബ്രീഫിംഗും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ട് ഗുണമില്ല എന്നാണ് ഇന്ന് ജയറാം രമേശ് പറഞ്ഞത്. ഞങ്ങൾ സഹകരിക്കുന്നു എന്നേ ഉള്ളൂ, സർവകക്ഷി സംഘം പൊയ്ക്കോട്ടെ, ഞങ്ങളുടെ പ്രതിനിധികളെയും അയക്കുന്നു, പക്ഷേ അതുകൊണ്ട് ഗുണമില്ല എന്ന് പറയുകയാണ്. ഇതും ഒരു ഇരട്ടത്താപ്പാണല്ലോ. തീർച്ചയായിട്ടും കോൺഗ്രസ് ഈ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് കാണിക്കുന്ന പ്രവൃത്തികളും വാക്കുകളും മുഴുവൻ ഇന്ത്യയിലെ ജനതയിൽ നിന്ന് ഒറ്റപ്പെടുന്ന രീതിയിലാണ് കാണിക്കുന്നത്. അവർക്ക് രാഷ്ട്രീയം എപ്പോൾ കളിക്കണം, ദേശീയത എപ്പോൾ കളിക്കണം, ഡിപ്ലോമസി എപ്പോൾ കളിക്കണം എന്നത് അറിയാനോ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനോ ആളില്ലാത്ത ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഈ വലിയ ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ ഇന്ത്യ ജയിച്ച് നിൽക്കുമ്പോൾ 5-6 പേര് ഒന്ന് കരിങ്കൊടി കാണിക്കും. അപ്പോൾ അവിടുത്തെ സ്റ്റേഡിയം മുഴുവൻ ആ വ്യക്തികളെ എങ്ങനെ കാണുന്നു എന്ന് എങ്കിലും മനസ്സിലാക്കാൻ, മിനിമം നോളജ് വെച്ച്, കോമൺ സെൻസ് വെച്ച് മനസ്സിലാക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ കോൺഗ്രസ് വലിയ അധപ്പതനത്തിലേക്ക് ചെന്ന് ചേരും എന്നുള്ളതാണ്. ഇവിടെ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ വിദേശകാര്യ മന്ത്രിയെ ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നത് സ്മാർട്ട് ഫോറിൻ മിനിസ്റ്റർ എന്നാണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഫോറിൻ മിനിസ്റ്റർ കിട്ടിയതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി എന്നാണ് യൂറോപ്പിലെയും ഫാർ ഈസ്റ്റിലെയും മുഴുവൻ രാഷ്ട്രങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പാകിസ്ഥാൻ്റെ ചാരനായി പ്രവർത്തിച്ചു എന്ന് പറയുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു നാണക്കേട് ഈ ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിക്ക് ഈ വൈതരണി വേളയിൽ ഇന്ത്യയോട് ചെയ്യാനുണ്ടോ? അപ്പോൾ ഇതൊക്കെ ചെന്ന് കൊണ്ടെത്തിക്കുന്നത് അവരെ എവിടെയാണ്? ഒരൊറ്റ കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, കഴിഞ്ഞ കുറേ നാളായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് എവിടെ എന്ത് പ്രവർത്തിക്കണമെന്ന് അറിഞ്ഞുകൂടാ. പാർലമെൻറ്റിൽ കയറിയിട്ട് അവർ ചിലപ്പം രാംലീല മൈതാനത്തിലെ യോഗത്തിൽ പ്രവർത്തിക്കുന്ന പോലെയാണ് പ്രവർത്തിക്കുക. ഒന്നിച്ച് കയറി വരിക, ബഹളം ഉണ്ടാക്കുക, പ്ലക്കാർഡ് കാണിക്കുക. അതും കുറഞ്ഞ വ്യക്തികളൊന്നുമല്ല, വെറും ഏഴാങ്കൂലി പ്ലക്കാർഡുകൾ കാണിച്ചുകൊണ്ട് എന്നിട്ട് സ്പീക്കറുടെ ശാസന കിട്ടുക, എടുത്ത് മാറ്റാൻ പറയുമ്പോൾ മാറ്റാതിരിക്കുക, പിന്നെ ഇങ്ങനെ കൊച്ചു പിള്ളേർ കാണിക്കുന്ന പോലെ പൊക്കി കാണിക്കുക. ഇതൊക്കെ കാണിക്കുന്നത് എല്ലാ കാലത്തും പ്രതിപക്ഷം ചെയ്യുന്നതാണ്. അല്ല, പ്രതിപക്ഷം ചെയ്യുന്നതാണ്, പക്ഷേ ഇത്ര തരം താഴ്ന്ന രീതിയിൽ കാണിക്കുന്നത് പോലെയാണ് ഇപ്പോൾ കാണിക്കുന്നതെന്ന് ഞാൻ പറയാൻ വന്നത്. ആ വിഷയമല്ല ഞാൻ പറയാൻ വന്നത്. ഇപ്പോഴും അതേ ശൈലിയാണ് തുടരുന്നത്. ഡോക്ടർ ശശി തരൂർ പറഞ്ഞത് എന്താണ്? അതാണ് കറക്റ്റായിട്ടുള്ള ഭാഷ്യം. അതായത് ഇന്ത്യ ഹിറ്റ് സ്മാർട്ട്ലി, ഇന്ത്യ ഹിറ്റ് സ്ട്രോങ്ലി ആൻഡ് സ്മാർട്ട്ലി എന്ന് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞതാണ് അതിൻ്റെ ശരിയായ വാചകം. അതായത് ഇന്ത്യ ഏറ്റവും ശക്തമായി നേരിട്ടു എന്ന്, ആക്രമിച്ചു എന്ന് മാത്രമല്ല, ഏറ്റവും സ്മാർട്ടായിട്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇന്ന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ പ്രകീർത്തിക്കുന്നതും ഭയക്കുന്നതും ഇതാണ്. 3 ദിവസം കൊണ്ട് ഇത്ര കുറഞ്ഞ ചെലവിൽ ഏറ്റവും കൂടിയ പ്രഹരം കൊടുത്തുകൊണ്ട് ഒരു യുദ്ധം നടത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയെയും ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയെയും ഇന്ത്യയുടെ ഈ 3 ഫോഴ്സിനെയും ലോകം അംഗീകരിച്ചിരിക്കുന്നുള്ളതാണ്. അതിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്ത്യൻ മിസൈലുകൾ വേണം, ഇന്ത്യയുടെ ആകാശം വേണം. ജയറാം രമേശിന്റെ വാക്കുകൾ ഇന്ന് ഇങ്ങനെയാണ്: ഇന്ത്യയും പാകിസ്ഥാനെയും ഈ രാജ്യങ്ങൾ താരതമ്യപ്പെടുത്തുകയാണ്, അതുകൊണ്ട് ഈ സർവകക്ഷി സംഘത്തിന്റെ ഈ യാത്ര കൊണ്ട് ഗുണമില്ല എന്നാണ്. അതായത് ഇന്ത്യക്കൊരു മേൽക്കൈ കിട്ടിയെന്ന് അംഗീകരിക്കുവാൻ കോൺഗ്രസ് തയ്യാറല്ല. അവിടെയും വെട്ടിലായിരിക്കുകയാണ്. കാരണം അവർ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്താണ്? ഇന്ത്യയുടെ പാർലമെന്ററി കാര്യ കമ്മിറ്റി, വിദേശ പാർലമെന്ററി കാര്യ കമ്മിറ്റിയുടെ ചെയർമാനെ, അതായത് അവർ തന്നെ തിരഞ്ഞെടുത്ത് അയച്ച ആളിനെ തഴഞ്ഞിട്ട് മറ്റ് 4 പേരുടെ പേര് കൊടുക്കുന്നു. അത് വിമർശനമായപ്പം അദ്ദേഹത്തിനെ കൂടി ഇപ്പോൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, തങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ എന്താണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, അതിൻ്റെ വിപരീതമാണ് വരുന്നതെന്ന് അറിയുമ്പോൾ പിന്നെയും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആലോചിക്കാതെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇപ്പോൾ BJPക്കോ അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനോ ഉണ്ടായിരിക്കുന്ന മേൽക്കോയ്മ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ തങ്ങൾക്ക് അടിയാകുമോ എന്നവർ ഭയക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യം. നാളെ വരുന്ന ബീഹാർ ഇലക്ഷനിലോ അത് കഴിഞ്ഞ് അടുത്ത വർഷം വരാനിരിക്കുന്ന ബംഗാൾ, ആസാം ഇലക്ഷനിലോ ഞങ്ങൾക്ക് എങ്ങനെ വരുമെന്നുള്ള ഭയത്തിന് ഇപ്പോഴേ മുൻകൂട്ടി എറിയുകയാണ്. ഇത് അവസരോചിതമല്ലാത്ത ഇത്തരം മുൻകൂട്ടി എറിയലുകൾ ഇവർക്ക് യഥാസമയത്ത് ഇത് പറഞ്ഞാൽ പോലും ഏക്കാത്ത ഒരു അവസ്ഥയിൽ വരും. നമ്മൾ പറയില്ലേ, പുലി വരുന്നതെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ പുലി വന്നാൽ പോലും ഇവർക്ക് അത് തെളിയിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. ആ ഒരു ഗതികേടിലേക്കാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യായം എന്താണോ അതിനൊപ്പം നിൽക്കുക. ഇപ്പോൾ ഇവർ പഠിക്കേണ്ട ഒരു പാഠം, നരേന്ദ്രമോദി വളരെ സ്ട്രോങ് ആണ്.
അദ്ദേഹത്തിൻ്റെ ചില സ്ട്രോങ് പോയിന്റ്സ് ഉണ്ട്. ആ സ്ട്രെങ്ത്തിനെ അറ്റാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പച്ച പിടിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിന് വീക്ക്നെസ്സുകളുണ്ട്. ആ വീക്ക്നെസ്സുകളിൽ നിങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയുന്നുമില്ല. ആ വീക്ക്നെസ്സുകൾ ഉള്ളത് അദ്ദേഹം ഭംഗിയായി മറച്ചു വയ്ക്കാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിന് നിങ്ങളെ ട്രാപ്പിലാക്കാൻ കഴിയുന്നുണ്ട്. അത്തരത്തിലൊരു ട്രാപ്പ് കൂടെയാണ് ഇപ്പോഴത്തെ ഈ വിദേശ പ്രതിനിധി സംഘം എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, ശ്രീ വസന്ത് തെങ്ങുംപള്ളി, രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ മാത്രമല്ല ജയറാം രമേശിന്റെ പ്രസ്താവനകളും വെട്ടിലാക്കുകയാണല്ലോ കോൺഗ്രസിനെ. ഇപ്പോൾ സർവകക്ഷി സംഘത്തെ നിങ്ങൾ പിന്തുണയ്ക്കുന്നു, അതേസമയം തന്നെ പോയിട്ട് ഗുണമില്ല